പുതുവത്സരാഘോഷങ്ങൾ പരിഗണിച്ച് തലസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു പോലീസ്. രാത്രികാല പരിശോധനയും ശക്തമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത മാനവീയം വീഥിയിൽ പരിശോധനയ്ക്ക് ശേഷമാകും ആളുകളെ കടത്തിവിടുക. പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാനത്ത് ആൾക്കൂട്ട സാധ്യത കണക്കിലെടുത്താണ് നിയന്ത്രണം കടുപ്പിക്കുന്നത്. ഹോട്ടലുകൾ, ബീച്ചുകൾ, മാളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ജനപങ്കാളിത്തം ഉണ്ടാകാൻ സാധ്യത പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പോലീസ് പരിശോധന ശക്തമാക്കും. ജില്ലയ്ക്കകത്തേക്കും പുറത്തേക്കുമുള്ള യാത്ര പോലീസ് പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും. DJ പാർട്ടി നടത്തുന്ന ഹോട്ടലുകൾക്ക് നിയന്ത്രണം നൽകിയിട്ടുണ്ട്. പാർട്ടിക്ക് എത്തുന്നവരുടെ പേര് വിവരം രജിസ്റ്ററിലൂടെ സൂക്ഷിക്കണമെന്നും ചെറിയ കുട്ടികളെ പാർട്ടിയിൽ പങ്കെടുപ്പിക്കാൻ പാടില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. DJ പാർട്ടീസ്, ന്യൂ ഇയർ പാർട്ടീസ് ഏർപ്പാട് ചെയ്തവർ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യണം. ഇൻഫോം ചെയ്തവർ മുഴുവൻ ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, എൻട്രി പോയിന്റിൽ ഒരു രജിസ്റ്റർ ഉണ്ടാവണം. വന്ന ഗസ്റ്റ് മുഴുവൻ അവരുടെ പേര് ID കാണിച്ചിട്ട് അകത്തേക്ക് എൻ്റർ ആവണം. ആരും തന്നെ പേര് അഡ്രസ് ഇല്ലാത്തവർ അകത്തേക്ക് കയറാൻ പാടില്ല. രണ്ടാമത് മൈനർ ആയിട്ടുള്ള ആൾക്കാർ, ബിക്കോസ് ഒരു ലൈസൻസ് ഉള്ള ഏരിയാസ് ആണെങ്കിൽ, ബാർ ലൈസൻസ് ഉള്ള ഏരിയാസിൽ മൈനേഴ്സ് പാടില്ല. മൈക്കുകൾക്ക് ശബ്ദ നിയന്ത്രണം ഏർപ്പെടുത്തി. നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ബീച്ചുകളിലും ഹോട്ടലുകളിലും ഉൾപ്പെടെ ആഘോഷങ്ങൾ 12:30 വരെ മാത്രമായി നിജപ്പെടുത്തി. സുരക്ഷയ്ക്കായി 1500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുക. മയക്കുമരുന്ന് ഉപയോഗം തടയാൻ പരിശോധനയും ശക്തമാക്കും. ജനം, തിരുവനന്തപുരം.